പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ് BCOE 141 യൂണിറ്റ് 2 മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് ആണ് ഈ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ എന്ത് നോക്കാം. മാർക്കറ്റിംഗ് ഫംഗ്ഷൻ മസ്റ്റ് ബി ക്യാരിഡ് ഔട്ട് വിത്തിൻ എ സ്പെസിഫിക് എൻവയോൺമെന്റ്. മാർക്കറ്റേഴ്സ് മസ്റ്റ് ക്ലോസ്ലി ഒബ്സർവ് ദ എൻവയോൺമെന്റ് ബിക്കോസ് വൈൽ ദേ ഓഫൻ cannot control these forces, they must account for them when formulating marketing strategies and the marketing mix. നമ്മൾ മാർക്കറ്റിംഗ് മിക്സും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ പറഞ്ഞിട്ടില്ല, അത് നമുക്ക് ഇതിൽ പറയാം. അപ്പം മാർക്കറ്റിംഗ് മിക്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം എന്താണ്, നമ്മൾ ഒരു മാർക്കറ്റ് ഇടുമ്പോൾ അതിൻ്റെ ഒരു ചുറ്റുപാട് എൻവയോൺമെന്റ് അതിൻ്റെ പരിസ്ഥിതിയും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കണം എന്ന് എപ്പോഴും പറയലില്ലേ. അപ്പോൾ എന്താണ് അതിനെന്താണ് കാരണങ്ങൾ, എന്താണ് മിക്സ് മാർക്കറ്റിംഗ് മിക്സ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം. നമ്മൾ 4Pയും അതേപോലെ തന്നെ അതിൽ കൂടെ ഒരു 7 കൂടി എക്സ്റ്റെൻഡ് ചെയ്തു, ദെൻ 4C ഒക്കെ പഠിച്ചില്ലേ. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ദെൻ വാട്ട് ഈസ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ്? It consists of actors and forces outside of marketing that affect management ability to develop and maintain successful transaction with the target customers. അതായത് ഒരു എൻവയോൺമെന്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ നമ്മുടെ ഷോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്പനിയിലെല്ലാം ഓക്കെയാണ്, പക്ഷെ എന്താണ് സാധനങ്ങൾ പുറത്തേക്ക് വിറ്റ് പോകുന്നില്ല. കാരണം എന്താണ്, പുറത്തുള്ള ഒരു എൻവയോൺമെന്റ് ശരിയല്ല, അവിടെ തന്നെ നെഗറ്റീവ് ഇമേജ് ആണ് വരുന്നത്. എന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കമ്പനീൻ്റെ ഉള്ളിൽ നിന്നല്ലാത്ത എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഫക്റ്റ് ചെയ്യുമ്പോഴാണ് എന്ത് വരിക, മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് സെലക്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് തുടങ്ങുക. അപ്പം എന്താണ്, ദീസ് ഫാക്ടേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 ഗ്രൂപ്പ്സ്. ഏതൊക്കെയാണ് നോക്കാം. മൈക്രോ എൻവയോൺമെന്റും മാക്രോ എൻവയോൺമെന്റും. ഫസ്റ്റ് നമുക്ക് മൈക്രോ എൻവയോൺമെന്റ് ഡിസ്കസ് ചെയ്യാം. മൈക്രോ എൻവയോൺമെന്റ് റെഫേഴ്സ് ടു ദ കമ്പനീസ് ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റ്. ഇറ്റ് പ്രോക്സിമറ്റ്ലി ദ ഡയറക്ട്ലി അഫക്റ്റ് ഇറ്റ്സ് ഓപ്പറേഷൻസ്. ഇന്റേണൽ എൻവയോൺമെന്റ്, അതായത് മൈക്രോ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഓപ്പറേഷൻ അവിടെ നടക്കുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സ് അവിടെ നടന്നുകൊണ്ട് ഇരിക്കുന്നതിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ്. പൊതുവെ ഇത് കമ്പനീൻ്റെ ഉള്ളിലാണ് ഉണ്ടാകുക, ഇന്റേണൽ ആയിട്ടാണ് ഇത് ഉണ്ടാകുക. ഓർഗനൈസേഷൻ ഇന്റേണൽ എൻവയോൺമെന്റ് ഏതൊക്കെയാണ്? ഫിനാൻസ്, അതിൽ സാമ്പത്തിക സ്ഥിതി, ദെൻ പ്രൊഡക്ഷൻ, ദെൻ എന്താണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ്. ഈ ഒരു കാര്യങ്ങളൊക്കെ എന്താണ്, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കമ്പനീൻ്റെ ഉള്ളിൽ തന്നെയാണ്, പക്ഷേ ആ ഒരു എൻവയോൺമെന്റ് കമ്പനീൻ്റെ ഉള്ളിലുള്ള എൻവയോൺമെന്റ് ആണ്. ദെൻ അതിനെന്താണ്, അവരുടെ ഒരു ഓപ്പറേഷനെ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. ദെൻ സപ്ലൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇൻഡിവിജ്വൽ പ്രൊവൈഡിങ് റോ മെറ്റീരിയൽസ് ആൻഡ് ഇൻപുട്ട്. നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഒരു സാധനം നമ്മൾ പുറത്തുനിന്ന് വരുത്തുന്നുണ്ട്. അപ്പം എന്താണ്, ആ സാധനം എന്ത് വരിക, അതിലെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ്, നമ്മൾ പറഞ്ഞ സമയത്തിന് ആ ഒരു സാധനങ്ങൾ എത്തിച്ചു തരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവുക, നമ്മുടെ ഒരു പ്രൊഡക്ഷൻ്റെ ആ ഒരു ടൈം വൈകും. അതേപോലെ തന്നെ എന്താണ്, നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ടൈം വൈകും. അങ്ങനെ മൊത്തത്തിൽ ലാഗായി പോകും. ചിലപ്പോൾ സീസണൊക്കെ കഴിഞ്ഞിട്ടാകും നമ്മൾ എന്ത് ഉണ്ടാവുക, ആ ഒരു സാധനങ്ങൾ ഇറക്കുക. അതായത് ഇപ്പോൾ ഒരു മഴക്കാലം ആവുന്നതിൻ്റെ മുമ്പ് നമ്മൾ കൊട ഉണ്ടാക്കാന്നാണ് പറഞ്ഞത്. പക്ഷേ കൊടൻ്റെ ആ ഒരു മെയിൻ ഏതെങ്കിലും ടൈപ്പ് ഓഫ്, ഇപ്പോൾ നമുക്കതിൽ ചെറിയൊരു ആണി എന്തെങ്കിലും പറയാം. അപ്പോൾ ഒരു ആണി പുറത്തുനിന്നാണ് വരേണ്ടത്, അത് വരാൻ വൈകി വന്ന് നമ്മുടെ പ്രൊഡക്ഷൻ കഴിഞ്ഞപ്പോഴേക്കും മഴക്കാലമൊക്കെ കഴിഞ്ഞു. അപ്പം എന്താണ്, ഔട്ട്ഡേറ്റഡ് ആയല്ലേ ആ ഒരു സാധനം അത്. ദെൻ മാർക്കറ്റിംഗ് ഇന്റർമീഡിയറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എപ്പോഴും ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നത് ഡീലർ, ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ ഹെൽപ്പ് മൂവ് പ്രൊഡക്റ്റ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ടു കൺസ്യൂമേഴ്സ്. പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്നും അത് യൂസ് ചെയ്യണ കൺസ്യൂമറിൻ്റെ അടുത്തേക്ക് എത്തുന്ന ഇടയിലുള്ള ആളുകൾ ഇതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ എന്തെങ്കിലും ഒരു ലാഗോ വന്നിട്ടുണ്ടെങ്കിൽ അത് എൻറ്റയർ ആ ഒരു പ്രോസസ്സിനെ തന്നെ ബാധിക്കും. ദെൻ കോമ്പറ്റീറ്റേഴ്സ് ആരാണ്? ഫേംസ് ഓഫറിങ് സിമിലർ പ്രൊഡക്റ്റ്, അതർ ഫേംസ് ആണ്. എങ്ങനെ, നമ്മൾ സിമിലർ പ്രൊഡക്റ്റ് തന്നെ ഓഫർ ചെയ്യണ മറ്റുള്ള ഫേംസ് എങ്ങനെയാണ്? ടു ടേൺ എൻവയോൺമെന്റൽ ഓപ്പർച്യൂണിറ്റി ടു സക്സസ് റേദർ ദാൻ ചലഞ്ചസ് ചെയ്യുന്നതിനേക്കാളും അവരെന്താണ്, ആ ഒരു എൻവയോൺമെന്റിന്റെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് പോകുക എന്നുള്ളതാണ്. ദെൻ എന്താണ്, അവർ പുതിയൊരു ഇന്നോവേഷൻ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ല അവർ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു എൻവയോൺമെന്റിനെ അത് നല്ലോണം ബാധിക്കും. ദെൻ കസ്റ്റമേഴ്സ്, the various buyer types including individual resellers, industries, government agencies or ഇന്റർനാഷണൽ ബയേഴ്സ്. അപ്പോൾ ഈ മൈക്രോ എൻവയോൺമെന്റിൽ ഈ ഒരു കസ്റ്റമേഴ്സും കൂടി ഉണ്ട്. ഈ ഒരു കസ്റ്റമേഴ്സിൻ്റെ പെട്ടെന്നാണ് നമ്മൾ കസ്റ്റമേഴ്സിനെ പഠിച്ചിട്ടാണ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ ചെയ്തത്. പക്ഷെ പെട്ടെന്ന് എന്തായി, കസ്റ്റമേഴ്സ് പുതിയൊരു മോഡൽ വന്നപ്പോൾ അതിൻ്റെ പിന്നാലെ പോയി. കൊട ആർക്കും വേണ്ട, റെയിൻ കോട്ട് മതി. അപ്പം എന്താണ്, നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ബാധിക്കുന്ന കേസാണ്. അപ്പോൾ ഈ മൈക്രോ എൻവയോൺമെന്റിൽ ഇന്റേണൽ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്, അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആളുകളാണ് ഇതെന്ന് മനസ്സിലാക്കുക.
പിന്നെന്താണ് മാക്രോ എൻവയോൺമെന്റ്. മാക്രോ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഔട്ടർ ദി സർക്കിൾ ആണ്, കമ്പനീന്റെ പുറത്താണുള്ളത്. ലാർജർ സൊസൈറ്റിയൽ ഫോഴ്സസ് ആണ് കമ്പനീന്റെ പുറത്ത്. അതായത് ആ ഒരു കമ്പനിക്ക് മാനേജ് ചെയ്യാൻ പറ്റൂല ആ ഒരു സംഭവം. ഇന്നറായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലോ മൈക്രോ ആയിരുന്നെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് ആ ഒരു കമ്പനിക്ക് നല്ല രീതിയിൽ പോകാം. പക്ഷേ മാക്രോ എൻവയോൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ, ഔട്ടർ സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എന്താണ് പെട്ടെന്നൊരു സ്ട്രൈക്ക് വന്നു, കമ്പനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരു സമരമാണ് വന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയാണ് നടത്തുന്നത്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതേപോലത്താണ് ഈ ഒരു മാക്രോ എൻവയോൺമെന്റ്. ഫിസിക്കൽ എൻവയോൺമെന്റ്, നാച്ചുറൽ റിസോഴ്സസ് എങ്ങനെയാണ്? ക്ലൈമറ്റ്, വാട്ടർ റിസോഴ്സസ്, ഇതൊന്നും ഒരു കമ്പനി ഉണ്ടാക്കണല്ല, അതൊരു നേച്ചർ പുറത്തുനിന്ന് കമ്പനി ഒരു ഇൻവോൾവ് ആയിട്ടും ചെയ്യണല്ല. അതെന്താണ്? പുറത്തുനിന്ന് ഉള്ള ആ ഒരു സംഗതിയാണ്. അതിൽ നമുക്ക് എന്ത് വന്നിട്ടുണ്ടെങ്കിലും അത് തടയാൻ പറ്റില്ല. ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്, ഡിസ്ട്രക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ഫോഴ്സസ് സച്ച് ആസ് റെവല്യൂഷൻ ഇൻ കമ്പ്യൂട്ടേഴ്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് 3D പ്രിന്റിങ്. ടെക്നോളജിയാണ് ഏറ്റവും കൂടുതൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ടെക്നോളജിയാണ്. ആ ഒരു ടെക്നോളജിയിലൊരു മാറ്റം ഉള്ളത് അവർ കമ്പനിക്കോ അല്ലെങ്കിൽ കമ്പനീൻ്റെ ഏതെങ്കിലും മാനേജർക്കോ തടയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ദെൻ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗവൺമെന്റിന്റെ നിയമങ്ങൾ അല്ലെങ്കിൽ ടാക്സ്, GST കാര്യങ്ങൾ, ഇൻഡസ്ട്രിയൽ റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ വരികയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പോകാന്നല്ലാതെ സ്വന്തമായിട്ട് നമുക്ക് നിലനിൽക്കാൻ പറ്റൂല. Then economic environment, factors like GNP, per capita income, even the monsoon which affect agricultural output and consumer spending in India. എക്കണോമിക് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? ഇപ്പോൾ ഒരു GNP ആവട്ടെ, പെർ ക്യാപിറ്റ ഇൻകം ആവട്ടെ, അല്ലെങ്കിൽ മൺസൂൺ കാര്യങ്ങൾ, അഗ്രികൾച്ചറൽ ഇൻകം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്? മൺസൂൺ കാലാവസ്ഥയും കൂടി എന്താ ചെയ്യണം? നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇത് കമ്പനിക്കൊന്നും ചെയ്യാനും പറ്റൂല. ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ്, പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക് ഇൻക്ലൂഡിങ് സൈസ്, ഏജ്, ഡിസ്ട്രിബ്യൂഷൻ, മൊബിലിറ്റി, ട്രെൻഡ്സ്. അതായത് നമ്മൾ എന്താണ് പോപ്പുലേഷൻ പഠിക്കുക, അതിന് സൈസ് എടുക്കുക കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അത് തികച്ചും എക്സ്റ്റേണൽ ഫാക്ടറാണ്. സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ്, കോർ വാല്യൂസ്, ലൈഫ് സ്റ്റൈൽസ്, ഹാബിറ്റ് ഓഫ് പോപ്പുലേഷൻ, അതൊക്കെ എങ്ങനെയാണ് സൊസൈറ്റിന്റെ അല്ലെങ്കിൽ ഒരു കൾച്ചറൽ എൻവയോൺമെന്റ് പുറമേ ഉള്ളതാണ്. അവർ വാല്യൂ കൊടുക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താണ്, ആ ഒരു പോപ്പുലേഷന്റെ ഹാബിറ്റ് എന്താണെന്നൊക്കെ ഉള്ളതാണ് ഈ ഒരു രീതിയിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മാക്രോ എൻവയോൺമെന്റിൽ ചെയ്യാനുള്ളത്. ഇത് മനസ്സിലാക്കുക. ഇതൊരു ഔട്ടർ സർക്കിൾ ആണ്, മാത്രമല്ല ഇതൊരു കമ്പനി വിചാരിച്ചാൽ ഇത് തടയാൻ പറ്റുന്ന ഒരു കേസല്ല. ഇനി ചിലപ്പോൾ നമുക്ക് തോന്നും ഈ ഒരു എൻവയോൺമെന്റിനൊക്കെ അറിയുന്നതിനെ പറ്റിയിട്ട് എന്തെങ്കിലും റെലവൻസി ഉണ്ടോ എന്നൊക്കെ. അപ്പൊ നോക്കാം എന്തൊക്കെ റെലവൻസ് ആണ് എന്നുള്ളത്. ഒരു എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇസ് എ സ്റ്റേറ്റ് ഓഫ് കോൺസ്റ്റന്റ് ചേഞ്ച്. എന്താണ്? ഓഫറിങ് ഓപ്പർച്യൂണിറ്റി, ഷോക്സ് ആൻഡ് ത്രെഡ്സ്. ഒരേ സമയം എന്താണ്? നമുക്ക് പെട്ടെന്നൊരു ഷോക്കുകളും തരും, ത്രെഡ്സും തരും, അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസും കൂടി ഉണ്ട്. കമ്പനീസ് മസ്റ്റ് കണ്ടിന്യൂസ്ലി സ്കാൻ, അതായത് എപ്പോഴും എന്താണ്? എപ്പോഴും ഏതൊരു കമ്പനിയും കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ദെൻ ഇന്ത്യൻ്റെ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എങ്ങനെ നോക്കാം? ഡൈവേഴ്സിറ്റി, 138 crore people with a vast range of languages, regions and customs. ഈ ഒരു റീജൻസും ആചാരങ്ങളും ഭാഷകളൊക്കെ ആയിട്ട് ഓവർ 138 crore പീപ്പിൾ ഉണ്ട് നമ്മൾ ഇന്ത്യയിൽ. റൂറൽ മാർക്കറ്റാണ് മെയിൻലി ആയിട്ട് ഇവിടെ ഉള്ളത്. അതായത് 65% ഓഫ് ദ പോപ്പുലേഷനും റൂറൽ ഏരിയാസിലാണ്. ഇൻക്രീസ്ഡ് പർച്ചേസിംഗ് പവർ ഇൻ ദ റീജൻസ് മേക്ക് ദം എ വൈറ്റൽ ടാർഗറ്റ് ഫോർ ലോങ് ടേം ഗ്രോത്ത്. അതായത് ഇവിടുത്തെ ഒരു പർച്ചേസിംഗ് പവർ ഇൻക്രീസ് ചെയ്യുന്നത് കൂടിയിട്ട് ഈ ഒരു ഏരിയയിൽ ലോങ് ടേം ആയിട്ടുള്ള ഗ്രോത്ത് ലക്ഷ്യം വെക്കാം. ദെൻ പബ്ലിക് വേസ് പ്രൈവറ്റ് സെക്ടർ. എന്താണ് പബ്ലിക്കും പ്രൈവറ്റ് സെക്ടർ? പബ്ലിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും എപ്പോഴും എന്താണ്? അതിനൊരു ഗവൺമെന്റൽ കൺട്രോളും കൂടിയും അതിനുണ്ട്. പക്ഷെ അതിനെന്താണ്? ഡിസിഷൻ എടുക്കാനുള്ള ഒരു പവറൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം കൺസ്യൂമിങ് ആണ്. കാരണം എല്ലാവരും ഡിസിഷനൊക്കെ കിട്ടി വരണം. പ്രൈവറ്റ് സെക്ടർ ആണെന്നുണ്ടെങ്കിൽ ടിപ്പിക്കലി അലോസ് ഫോർ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. പ്രൈവറ്റ് ഹോൾഡ് ആണ്, അപ്പൊ അവരാണ് അതിന്റെ ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കുക. ദെൻ ഗവൺമെന്റ് റെഗുലേഷൻ അഫക്റ്റ് മാർക്കറ്റിംഗ്. നമ്മൾ ഗവൺമെന്റിന്റെ റെഗുലേഷൻ പഠിച്ചു, ഇതിൽ മാക്രോയിൽ പഠിച്ചു. അപ്പോൾ അത് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, നമ്മൾ ഇതിന് മുന്നത്തെ യൂണിറ്റിൽ പറഞ്ഞു കൺസ്യൂമറിന് അവരുടെ റൈറ്റ്സ് കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് അറിയില്ല. അപ്പോൾ അതിന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആക്റ്റാണ്. ഐ തിങ്ക് 2013 ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഇതിൽ ഐ
മിസ്റ്റേക്ക് ആണ് തോന്നുന്നത് കേട്ടോ. ദെൻ സേഫ് ഗാർഡ്സ് ബയർ ഫ്രം അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, അതായത് അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് കാര്യങ്ങളൊക്കെ അവരുടെ ഇടയിൽ നടക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മോശമായിട്ട് ബിഹേവ് ചെയ്യുക എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ദെൻ കോമ്പറ്റീഷൻ ആക്ട് ഉണ്ട്, ട്രേഡ് മാർക്സ് ആക്ട് ഉണ്ട്, എസെൻഷ്യൽ കമ്മോഡിറ്റി അമെൻമെൻറ്റ് ആക്ട് ഉണ്ട്, ദെൻ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആക്ട് ഉണ്ട്, ദെൻ അതർ ആക്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട്, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട്.